Good afternoon, dear. Good afternoon. Good afternoon. എല്ലാവരും മ്യൂട്ട് ആണല്ലേ? Okay. Then your attendance, please type in your chat box. Good afternoon. Type ചെയ്തോളൂ attendance കേട്ടോ. Present ചെയ്യുക. Present ചെയ്യാട്ടോ. അപ്പോൾ ഈ പീരീഡ് ഞാൻ എന്തോ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. All of you take your Hindi notebook. അല്ലെങ്കിൽ എന്തെങ്കിലും റഫ് ആയ ബുക്ക് ആയാലും ഒരു പേപ്പർ ആയാലും കുഴപ്പമില്ല, എടുത്ത് എല്ലാവരും ഒരു റഫ് ബുക്ക് ആവാം, അല്ലെങ്കിൽ ഹിന്ദി നോട്ട് ബുക്കിന്റെ ബാക്ക് പേജ് ആവാം, അല്ലെങ്കിൽ മോറൽ സയൻസിന്റെ ബുക്ക് ആവാം. ഓക്കെ, കുറച്ച് വേർഡ്സ് തരാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. Then write fast. Take your pencil. Tall. Tall. ഡിറ്റേഷൻ വേർഡ്സ് ആണ് നമ്മളിപ്പോ പഠിച്ച പാഠഭാഗത്തില്. എന്തിനാ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന നിങ്ങള്? ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. എഴുതിക്കോ. എങ്ങനെയാ ടോൾ എന്ന് എഴുതുക? ഠ എഴുതി, ഓക്കി മാത്രം കൊടുത്തു, ലാ എഴുതുന്നു, അതാണ് ടോൾ. ഓക്കെ, വെരി ഗുഡ്. എന്താ രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടാവാത്തത്? ആ ഓക്കെ, അപ്പൊ മോനിത് പറയുന്ന കേൾക്ക. അവിടെ ടോൾ എന്ന് എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് വേർഡ്. ഓക്കെ, ഇല്ലാത്തവരവിടെ ശ്രദ്ധിച്ചിരിക്കാം. സെക്കൻഡ് വേർഡ് ഈസ് തോത്ത. തോത്ത. എങ്ങനെയാ നമ്മൾ തോത്താന്ന് എഴുതുക? താ എഴുതി, ഓയിന്റെ ചിഹ്നം കൊടുത്തു, താ എഴുതുന്നു, ഇതാണ് തോത്ത. ഒന്ന് എഴുതി നോക്കിയോ നിങ്ങള്? തോത്ത. നോക്കി എഴുതൊന്നും വേണ്ട, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കട്ടെ. ഈസി ആയ വേർഡ്. തേർഡ് വേർഡ് ഈസ് ലോമടി. ലോമടി. അയാൻ, വേർ ഈസ് യുവർ നോട്ട്ബുക്ക്? അയാൻ രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ? ലോമടി. എങ്ങനെയാ ലോമടി എന്ന് എഴുതുക? ലോ മ ഡി. ഓക്കെ, ഫോർത്ത് വേർഡ് ഈസ് കോയൽ. കോയൽ. ഏതൊക്കെ അക്ഷരങ്ങൾ വേണം? കോ വേണം, യാ വേണം, ലായും വേണം. കോയൽ. നാലാമത്തെ വേർഡ് കോയൽ. ഫിഫ്ത് വേർഡ് ഈസ് സമോസെ. 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 ഏതൊക്കെ അക്ഷരങ്ങൾ വേണം? സാ എഴുതണം, മോന്ന് എഴുതണം, സേന്നു എഴുതണം. സമോസെ. Okay. Are you finished? എന്തിനാ മിസ് ഈ വേർഡ്സ് ഒക്കെ എഴുതിച്ചത്? ഇപ്പോ
രാവിലെ നമ്മള് ഓക്കി മാത്രക്ക ശബ്ദ് പഠിച്ചു. ഓക്കെ ഓക്കെ ലിസൺ. രാവിലെ നമ്മള് ഓയിന്റെ ചിഹ്നമുള്ള വേർഡ്സ് ഒക്കെ പഠിച്ചു അല്ലെ? നിങ്ങൾക്ക് ഓ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ പറഞ്ഞാൽ എഴുതാൻ കിട്ടുമോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ എഴുതിയ വേർഡ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. മിസ്സിന് അയച്ചു തരണം. മിസ്സിന് അയച്ചു തരുമൊന്നും വേണ്ട, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് അയക്കണ്ട, നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ എത്ര പോരെ അത് എഴുതാൻ പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് രാവിലത്തെ ക്ലാസ്സിലെടുത്ത് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തു തരാം. പേജ് നമ്പർ 44. എന്താ സാവിയോ? സാവിയൊക്കെ എന്താണ് പ്രശ്നം അവിടെ? ഓക്കി മാത്രം. ഓ സേ ഓസ്, മോർ, തോത്ത, ജോക്കർ, ഘോഡ. ഇവിടെ താഴത്തെ കുറച്ച് വാക്കുകൾ, ഈ വാക്കുകൾ ഞാൻ ഇപ്പൊ വായിച്ച വാക്കുകൾ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? പഠിക്കർ സീക്കോ. അവിടെ ഠോൽ, സോന, മോൽ, ഗോപി, ബോൽ, അഖിരോട്ട്, ഭോജൻ, ടോക്കരി, കഠോരി, ഗോൾ, മോത്തി, ഗോതി. ഈ വാക്കുകൾ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഇപ്പൊ ഈ മുകളിൽ പറഞ്ഞത് അത് 3 പ്രാവശ്യം ഒന്നും എഴുതണ്ട, നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. ആ പ്ലസ് ഒക്കെ ഇട്ടിട്ടുള്ളത് ചിഹ്നങ്ങളും അക്ഷരങ്ങളും ചേർത്തിട്ട് വേർഡ്സ് എഴുതുന്നത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഈ പറയുന്ന വർക്കൊക്കെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി നോട്ട് ബുക്കിലേക്ക് കേട്ടോ. പേജ് നമ്പർ 44. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? നിങ്ങൾക്ക് അതൊരു തമ്പ് ഉയർത്തി കാണിക്കുക കേട്ടോ. ചോദിക്കുമ്പോ ആൻസർ ചെയ്യണം. എപ്പോഴും ഏത് മിസ് ആയാലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് എന്തായാലും ആൻസർ ചെയ്തിരിക്കണം നിങ്ങൾ കേട്ടോ. അതൊക്കെ ഒരു കുട്ടി, അതായത് കുട്ടികളുടെ ഒരു നല്ല ഗുഡ് ഹാബിറ്റ് ആണ് അതൊക്കെ. മുതിർന്നവർ എന്ത് ചോദിച്ചാലും അതിന് നല്ല ആൻസർ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ലിഖോ, അത് നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മുകളിൽ എഴുതുക. പിന്നെ നമ്മള് ഹോളി, ഈ ഒരു ഹോളി എന്നുള്ള അവര് ആ കളിച്ച് രസിച്ച അതിനാ നമ്മളൊരു ഹോളി എന്ന് പറയുന്നത് അല്ലെ? തോത്ത, ലോമടി, കോയൽ, സോറി കോയൽ അല്ല, ഇതാരാണ്? മോർ, തോത്ത, കോയലും ഉണ്ടല്ലേ? അവര് കളിച്ച അതിനാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ രാവിലത്തെ ക്ലാസ് കിട്ടാത്തവരൊന്ന് യൂട്യൂബ് ക്ലാസ് കാണുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ടേക്ക് പേജ് നമ്പർ 46. പേജ് നമ്പർ 46 പശു പക്ഷിയോം കി ബോലിയ. അവിടെ ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും സൗണ്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തോത്ത ടേം ടേം ടേം, കോയൽ കുഹു കുഹു, മോർ ക്വൈം ക്വൈം, ചിടിയ ചീം ചീം, കൗവ കാവ് കാവ്, കബൂത്തർ ഗുഡർ ഗു, മുർഗ കുക്കഡു കു, ബില്ലി മ്യാവു മ്യാവു, കുത്ത ഭൗ ഭൗ, ബന്ദർ ഖോ ഖോ. രാവിലത്തെ ക്ലാസ്സിൽ നല്ല രസമായിരുന്നു അല്ലേ? നല്ല സൗണ്ട് ഒക്കെ പറഞ്ഞ് നമ്മള്. രാവിലത്തെ ക്ലാസ് കിട്ടാത്തവര് എന്താണ്? കിട്ടാത്തവർക്ക് നഷ്ടമായി പോയി. അവര് യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ. അവിടെ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളോട് ഈ ഹോംവർക്ക് ഇന്ന് ഈ പീരീഡ് ആകുമ്പോഴേക്കും അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കുറെ പേര് അയച്ചിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ശബ്ദാർത്ഥമൊക്കെ ഞാൻ നോട്ട്സ് തരാം. നെക്സ്റ്റ് ശ്രുതിലേക്ക്, ആ ശ്രുതിലേക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഡിറ്റേഷൻ ആയിട്ട് ഇട്ടത്. നമ്പർ 2 ഉചിത സ്ഥാൻ പർ ഓക്കി മാത്ര ലഗാക്കർ ശബ്ദ പൂരേക്കരം. അവിടെ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ വാക്കുകളുണ്ട്. പക്ഷെ അവിടെ
ഡാഷ് ഇട്ടെടുത്ത് നിങ്ങൾ ഓയിന്റെ ചിഹ്നം കൊടുക്കണം. അതാണ് നിങ്ങളുടെ ഹോംവർക്ക് അവിടെ. അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. പേജ് നമ്പർ 47. പേജ് നമ്പർ 47. ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരുമോ? യെസ്, ഇട്ട് തരും. പേജ് നമ്പർ 47 നമ്പർ 3 ശബ്ദ പെനാവോ. എന്താണ്? മേക്ക് വേർഡ്സ് അല്ലെ. അവിടെ സർക്കിളില് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ടി എന്നുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലെ. പേജ് നമ്പർ എത്രയാ? 47. ചോ ടി ഓൾറെഡി ഗിവൺ ഹിയർ. ചോട്ടി. രണ്ടാമത് റോട്ടി, ചോട്ടി. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ലെറ്റർ എടുത്തിട്ട് സർക്കിളിനകത്തുള്ള ലെറ്ററും ചേർത്തിട്ട് അവിടെ വേർഡ്സ് എഴുതുക എന്നാണ് പറയുന്നത്. റൈറ്റ് സൈഡിലുള്ള നോക്കിയേ, സർക്കിളിനകത്ത് ലാ ഉണ്ടല്ലേ, ലാ. അപ്പം ലെഫ്റ്റ് സൈഡിൽ കുറച്ച് അക്ഷരങ്ങളുണ്ട്. മോ, ബോ, ഖോ. നമ്മള് ലാ, രാ ഇങ്ങനത്തെ അക്ഷരങ്ങള് വേർഡ്സ് ആയിട്ട് വരുമ്പോ, അത് അവസാനിക്കുന്നിടത്ത് ഈ അക്ഷരങ്ങൾ വരുമ്പോ അവിടെ നമ്മള് ചില്ലക്ഷരമായിട്ടാണ് അത് വായിക്കുക. അപ്പം മോ ല് ലാന്ന് കണ്ടു അല്ലെ. മോലാന്നല്ല വായിക്കുക അവിടെ. മോൽ. മോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ്, വില. മോ ഇൽ, മോൽ. അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. നെക്സ്റ്റ് ബോ ഇൽ, ബോൽ. ബോലി എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസ്, ബോൽ. തേർഡ് വൺ ഖോ ഇൽ, ഖോൽ. ഖോൽ എന്ന് പറഞ്ഞാൽ തുറക്കുക, ഓപ്പൺ, ടു ഓപ്പൺ. അതായത് ഖോലിനെ പറഞ്ഞാൽ തുറക്കുക എന്നാണ്, ഖോൽ. അപ്പൊ നിങ്ങൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ഖോല എന്നല്ല വായിക്കേണ്ടത്, ഖോൽ. അവിടെ ചില്ലക്ഷരമായിട്ടാണ് വരിക. ഇൽ, ഈർന്നൊക്കെയാണ് വരിക കേട്ടോ. മോൽ, ബോൽ, ഖോൽ. സോറി, നമ്പർ 4 മിലാൻ കരോ. മിലാൻ കരോ മീൻസ് മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താണ്? മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിലാൻ കരോ എന്ന് പറയാം. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡില് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് കുറച്ച് ഹിന്ദി വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ടോക്കരി, മോത്തി, ടോപ്പി, ഖർഗോശ്. ഇവിടെ നമ്മള് ടോക്കരി ഓൾറെഡി ഗിവൺ ഹിയർ. എന്താണ് ടോക്കരി പറഞ്ഞ? ബാസ്കറ്റ്. മോത്തി, മോത്തി മീൻസ് എന്താണ്? പേൾ, മുത്തില്ലേ, മുത്താണ് മോത്തി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ കാണുന്നില്ലേ നിങ്ങൾ പേള്, അതിലോട്ട് മാച്ച് ചെയ്യാം. ടോപ്പി, ടോപ്പി മീൻസ് ഹാറ്റ്, തൊപ്പി. ലാസ്റ്റ് വൺ ഖർഗോശ്. ഖർഗോശ് എന്ന് പറഞ്ഞ എന്താണ്? റാബിറ്റ്. റാബിറ്റിലോട്ട് മാച്ച് ചെയ്യാം. ഏഞ്ചൽ ബെന്നി, പ്ലീസ് ഓൺ യുവർ വീഡിയോ. നമ്പർ 5 അംഗ്രേജി ശബ്ദ ലിഖോ. എന്താണ്? ഇംഗ്ലീഷ് വേർഡ് എഴുതാനാണ് പറയുന്നത്. ടോൾ, ഡ്രം അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഗോതി. ഗോതി നമ്മൾ ഇവിടെ പഠിച്ചല്ലോ. എന്താണ് ഗോതി പറഞ്ഞാല്? ലാപ്പാണ് അല്ലെ. മടിത്തട്ട്, ലാപ്പ്, LAP. റൈറ്റ്. ഗോതി, LAP, ലാപ്പ്. ഇംഗ്ലീഷ് വേർഡ്. റൈറ്റ് സൈഡിലുള്ള വേർഡ് ഭോജൻ. എന്താണ് ഭോജൻ? ഫുഡാണ്, ഫുഡ്. FOOD, FOOD, ഫുഡ്. ഭോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം. ലാസ്റ്റ് വൺ അഖിരോട്ട് അല്ലെ. അഖിരോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നട്ട്സ് ആണ്. വാൾനട്ട്, W. പറയാം. ലാസ്റ്റ് വൺ കൂടെ എഴുതിക്കോ. യെസ്, ഫസ്റ്റ് വൺ അംഗ്രേജി ശബ്ദ ലിഖോ. ടോൾ, ഡ്രം. ഗോതി, ഗോതി എന്ന് പറഞ്ഞ ലാപ്പ്, LAP. ഭോജൻ, ഭോജൻ എന്നുള്ളത് FOOD, ഫുഡ്. FOOD.
രണ്ടാമത്തേന്ന് പറഞ്ഞ ഏത് വേർഡാണ് മോനെ? ഗോതിയാണോ? അങ്ങോട്ട് ചോദിച്ചാൽ പറയില്ല, മിണ്ടില്ല. നിങ്ങൾ എന്തിനാ ചോദിക്കുന്നതിന് മുമ്പേ മ്യൂട്ട് ചെയ്യുന്നത്? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കേ. മുഹമ്മദ് മുബ്താസിം അൺമ്യൂട്ട് ചെയ്യൂ. അഖിലോട്ട് ലാസ്റ്റ് പറഞ്ഞതല്ലേ, അപ്പോഴല്ലേ നീ പറഞ്ഞത് രണ്ടാമത്തെ പറയൂന്ന്. അഖിലോട്ട്, അഖിലോട്ട് എന്ന് പറഞ്ഞ വാൾനട്ട്, WALNUT. അത് ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയുണ്ട് ഇവിടെ. ഒന്ന് പേജ് മറിച്ച് നോക്കിയാൽ മതി. WALNUT, വാൾനട്ട്. വാൾനട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നട്ട്സ് ആണ്. वालनट. ओके, देन लास्ट नंबर 6, एक शब्द में उत्तर लिखो. गाना किसने गाया? नीलांजना, गाना किसने गाया? ആരാണ് ഇവിടെ പാട്ട് പാടിയത്? കോയൽ. കോയൽ, വെരി ഗുഡ്. കോയലിനെ, കോയലാണ് അവിടെ പാട്ട് പാടുന്നത്. ढोल किसने बजाया? റയാൻ, റയാൻ രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല. സാവിയോ? ढोल किसने बजाया? ആരാണ് ढोल വായിച്ചത്? ആരാണ് സാവിയോ? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഫോക്സ് എന്നല്ല ഹിന്ദി വേർഡ്. ഞാനിവിടെ ഹിന്ദിയിലാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ढोल किसने बजाया? അമൃത, ढोल ആരാണ് വായിച്ചത്? ഡ്രം ആരാണ് വായിച്ചത്? ढोल किसने बजाया? അലൻ ജോസഫ്, രാവിലെ ക്ലാസ്സിൽ കുറുക്കെന്നാണോ ഹിന്ദി വേർഡ്? ലോമടി, ലോമടീനെ അല്ലെ? കിസ്നെ എന്നുള്ളിടത്ത് ലോമടീനെ. ലോമടി എന്ന് പറഞ്ഞാല് നമ്മളെ ഹിന്ദിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹിന്ദിയിൽ തന്നെ ആൻസർ പറയണം. ढोल किसने बजाया? ലോമടീനെ. ലാസ്റ്റ് സബിനെ മിൽ ജുൽക്കർ ക്യാ ഖായേ? എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് എന്താണ് കൊണ്ടുവന്നത്? സമൂസ. സമോസ, അത് നമ്മൾക്ക് അറിയാം അല്ലെ? സമോസേ, അതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്കത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പോൾ നമുക്ക് ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഇന്ന് പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഇപ്പൊ സമയമുണ്ട്. വേറെ ഇനി ഈ ഒരു ലെസണേ ഇന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, മാത്ര എന്നുള്ള പാഠഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്. ഏതിന്റെ? ഹോളിന്റെ പറഞ്ഞു തരണം. ഓക്കെ, ലിസൺ. ഹോളി, തോത്ത കോयल मोर लोमड़ी, खेली सबने मिलकर होली, कोयल ने गाना गाया है, मीठी मीठी उसकी बोली, मोर नाचे तिरक तिरक कर,
ലോമഡി ढोल बजाए തോത്ത ലേക്കർ ആയ സമോസെ സബിനെ മിൽക്കർ ഖായെ. ഇവിടെ 4 ഫ്രണ്ട്സ് കൂടിയിട്ട് അവിടെ ഒരു ഗെയിം കളിക്കുകയാണ്. നമ്മളിപ്പോ കളിക്കുന്ന ഗെയിമിന് എന്തൊക്കെയോ പേരുണ്ടല്ലേ. നമ്മൾ കൂട്ടമായിട്ട് കളിക്കുമ്പോ ഒന്ന് സാറ്റ് ഉണ്ടാവും, അതുപോലെ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കാം, അല്ലെങ്കിൽ എന്താണ് ലൂഡോ കളിക്കാം. അങ്ങനെ പല കളികളും നമ്മൾ കളിക്കാറുണ്ടല്ലേ, അതിനൊക്കെ ഒരു പേരുണ്ട്. അതുപോലെ ഇപ്പൊ ഇവര് കളിക്കുന്ന കളിയുടെ പേരാണ് ഹോളി. ഇവിടെ തോത്തയും കോയല് മോറ് ലോമഡി ഇവര് 4 പേരും കൂടെ അവിടെ കളിക്കുവാണ്, ഹോളി കളിക്കുവാണ്. കോയലിനെ ഓക്കെ വെരി ഗുഡ്. कोयल ने गाया गाना गाया है मीठी मीठी उसकी बोली. കോയല് ആരാണ്? കോയൽ കുയിലാണല്ലേ. കുക്കു നല്ല ഈണത്തില് നല്ല പാട്ട് പാടുന്നു. പിന്നെ ആരാണ്? മോർ നാച്ച് തിർക്ക് കർ ലോമഡി ढोल बजाए. ലോമഡി ഡ്രം വായിക്കുമ്പോൾ നമ്മുടെ പീകോക്ക് മോർ എന്ത് ചെയ്യാണ്? അതിനനുസരിച്ച് നൃത്തം വെക്കുവാണ്, അതായത് നൃത്തം ചെയ്യുകയാണെന്ന്. തോത്ത ലേക്കർ ആയ സമോസെ സബിനെ മിൽക്കർ ഖായെ. എന്താണ്? തോത്ത എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ സമോസ കൊണ്ടുവന്നു. അവിടെ അപ്പൊ കളികളൊക്കെ കഴിഞ്ഞിട്ട് പാട്ടുപാടി നൃത്തം വെച്ചു. പിന്നെന്താണ്? എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിട്ട് സമോസ കൊണ്ടുവന്നു. അതൊക്കെയാണ് ആ പിക്ചർ കാണുന്നത്. അവിടെ കണ്ടോ? ഇത്രയേ ഉള്ളൂ. രാവിലത്തെ ക്ലാസ് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അല്ലെ? നമ്മളും എല്ലാരും കൂടെ ആ ഒരു പാട്ടല്ലേ അവര് കളിച്ച ആ ഹോളിനെ കുറിച്ച് പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു രാവിലെ. രാവിലത്തെ ക്ലാസ് നല്ലതായിരുന്നു. ആരാണ് പറഞ്ഞത്? ആരാ ഇപ്പൊ അത് പറഞ്ഞത്? കേട്ടില്ലല്ലോ. പേര് പറയാമോ? ഷഹബറിയാണോ പറഞ്ഞേ? ഷഹബറിയാണോ പറഞ്ഞേ? നോ അല്ല. ആരാണ്? മോളുടെ പേര് പറഞ്ഞേ. ആരാ പറഞ്ഞെന്ന്? ഫിയോണ. ആഹാ. അതെയോ? വെരി ഗുഡ്. അപ്പൊ നമ്മുടെ റിച്ചാർഡ് രാവിലെ സ്കൂളിൽ വന്നിരുന്നു കേട്ടോ. റിച്ചാർഡ് അവന്റെ നോട്ട്സും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വർക്കും അതുപോലെ പിന്നെ ആൻസർ ഷീറ്റും എല്ലാം കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഒത്തിരി നേരം ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പാണ് പോയത്. അപ്പൊ നിങ്ങളും അങ്ങനെ ഓരോ ദിവസം വരുമ്പോ കാണാം അല്ലെ? നുറാസിനെ എന്താണ് അനിയത്തിക്കുട്ടി വിളിച്ചിട്ട് പോകുന്നത്? കളിക്കാനാണോ? ഈ അമൃത എന്തായി ചെയ്യുന്നത് ഇവിടെ? ചോദിച്ചതിനൊന്നും അവൾ ആൻസർ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ ചെയ്യുവോ ക്ലാസ്സില്? ഒന്ന് മനസ്സിലാവുന്നില്ല നിനക്ക്? ഒന്ന് കേൾക്കുന്നില്ലേ അമൃത? അമൃത പറയുന്നത് എനിക്കൊന്നും കേൾക്കാൻ വയ്യ. നല്ല മഴയാ ഇവിടെ. അവിടെയോ? നിങ്ങളുടെ അവിടുത്തെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാ. പിന്നെ എന്താണ്? വരും. എവിടെയാ അത് മഴയില്ലാത്ത സ്ഥലം? ഇവിടെ ഭയങ്കര മഴയാ. ഇവിടെ കേൾക്കാൻ പറ്റുന്നേ ഇല്ല. ഇവിടെ മഴയുണ്ട്. എല്ലാരും കൂടി ആവുമ്പോ ഭയങ്കര സൗണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പഠിച്ചു തീർന്നു. ഇനി ഒന്നത് വായിച്ചു കേൾപ്പിക്കാവോ? അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പറഞ്ഞത് ചെയ്യാ. ശബ്ദാർത്ഥ് അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ അത് ഗ്രൂപ്പിൽ എഴുതി തരാം കേട്ടോ.
അത് നോക്കിയിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതി വെക്കണം നോട്ട് ബുക്കിലേക്ക്. ജിയ, പ്ലീസ് അൺമ്യൂട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വേർഡ്സ് ഇല്ലേ, ഇതിന്റെ ആ വേർഡ്സ് വായിക്ക. അതുപോലെ ഇതും. മോർ, ജോക്കർ, തൂത്ത, തോത്ത, തോത്ത, കൊടി, കോട. കോട. ഓക്കെ. നെക്സ്റ്റ് ദീക്ഷിത്. മതി, ദീക്ഷിത്. അതിന്റെ താഴെയുള്ള വേർഡ്സ്, ആ 3 വേർഡ്സ് വായിച്ചേ താഴോട്ടുള്ള. തോൾ, ടോൾ, സോന, സോന. മോൾ, ഓക്കെ, വെരി ഗുഡ്. നൈല, ബോബി, വെരി ഗുഡ്. ദീക്ഷിത്, ബോൾ, മതി മോനെ, മതി. അഗജോർ. നൈല, മോൾന്ന് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റോയിലുള്ള താഴോട്ടുള്ളത് വായിച്ചേ. ഗോപി, ഗോപി, ബോൾ, അക്കിരോട്ട്. മോള് പറയുന്ന ഒന്നും എനിക്ക് ഇവിടെ കേൾക്കുന്നില്ല, സൗണ്ട് കുറവാണല്ലോ. അനിരുദ്ധ്, നെക്സ്റ്റ് ഭോജൻ, അടുത്തത് വായിക്കണം. ടോക്കരി, തോക്കടി, കടോരി. കഠോരി. ശ്രദ്ധിച്ചിരിക്കണേ അനിരുദ്ധേ. ഡാനിയൽ, നെക്സ്റ്റ്. ഗോൾ, ഗോൾ, മോത്തി, മോത്തി, എവിടെയാ നോക്കുന്നേ? ടെക്സ്റ്റ് ബുക്ക് എവിടെ? ഗോതി. ഡാനി, അമ്മയില്ലെന്ന് തോന്നല്ലോ അടുത്ത്. ആ, ആരവ്. ഫസ്റ്റ് തൊട്ട് വായിക്കും മോനെ. മോർ, ഗോൾ, ഏതാ വായിക്കുന്നേ? പേജ് നമ്പർ 44 ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വേർഡ്സ് വായിച്ചേ. ഓസ്, ഓസ്, മോർ, ജോക്കർ, തോത്ത, കോട. ഓക്കെ. ആദിയ, താഴെ കൊടുത്തിരിക്കുന്ന 3 വേർഡ്സ് വായിക്കാം. മിസ് എത്രാമത്തെ? ഢോൽ, സോന, സോന, മോൾ. മോൾ. ഓക്കെ. മുഹമ്മദ് മുബ്ദാസിം, ഏത് വായിക്കണ്ട? ആള് വായിച്ചതിന്റെ ബാക്കി വായിക്കൂ. ഗോപി, എന്താടാ പറയുന്നത്? ഗോപി, ബോൽ, അഖിരോട്ട്.
നീലാഞ്ജന? Ocean. ഭോജൻ. Katori. ടോക്കരി, കടോരി. വെരി ഗുഡ്, വെരി ഗുഡ്. നാസ, നല്ല ഡാൻസ് ആട്ടോ. കോൽ. മോത്തി. മോത്തി. ഗോതി. Godi. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് പിയോണ. എന്താ നീ അവിടെ ചെയ്യുന്നേ? അൺമ്യൂട്ട് ആയിട്ട് വീണ്ടും അവിടെ. ഓക്കെ ഓക്കെ. ആ അടിച്ചു വിടുവാണ് അവള്. ജോവിൻ. ജോവിൻ, വേറെ ആർക്കും വായിക്കണ്ടേ വിയോണ? നീ മാത്രം ഫുള്ള് വായിച്ച എങ്ങനെയാ? വായിച്ചോ? എവിടെ തൊട്ടാ? ടോല് തൊട്ട് വായിക്കും. ടോൽ. പേജ് നമ്പർ പറയണോ? ആ, ഇംഗ്ലീഷ് വേണ്ട. സോന. സോന. മോൽ. മോൽ. ഗോപി. അഗ്രോട്ട്. ഓക്കെ, നെക്സ്റ്റ് ജോയൽ. അഗ്രോട്ട്. ജോയൽ. ഇത് വായിക്കേ. ഇവിടെ ഇവിടെ ഇവിടെ. ഭോജൻ. ഭോജൻ. ടോക്കരി. കടേരി. കടോരി. ഗോൽ. മോത്തി. ഗോപി. ഗോതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി കുറെ പേരുണ്ടല്ലേ? നമുക്കിനി 4 മിനിറ്റേ ഉള്ളൂ ഇവിടെ. ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. ഇപ്പൊ പഠിപ്പിച്ച പാഠത്തിൽ ഡൗട്ട് ഒന്നുമില്ല അല്ലെ? സൽമാൻ. സൽമാൻ വായിക്കുന്നുണ്ടോ? Doll. Sona. Mall. മോൾ. ഓക്കെ, ഗുഡ്. ഏഞ്ചൽ ബെന്നി, മോൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ?
കിട്ടി. കിട്ടി. ഇത് വായിക്കാൻ പറ്റുമെന്നാല്? ഏഞ്ചൽ ബെന്നി എവിടെ? ഏഞ്ചൽ പോയോ? ഏഞ്ചൽ ബെന്നി ഉണ്ടല്ലോ. ഉണ്ട്. ആ എന്നാ വായിക്ക്. ഞാനിവിടെ ഉണ്ടല്ലേ. ഏതാണ് വായിക്കേണ്ടത്? മോർ, തോത്ത, മോർ, തോത്ത, ജോക്കർ, ജോക്കർ, കോട. കോട. മോൾക്ക് അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? ഓക്കെ ആയി. ഹിന്ദി വായിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? വായിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചല്ലേ? കേട്ട് അറിയാം. ആ കേട്ടിട്ട് പറയാ അല്ലേ? ഇപ്പൊ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കാൻ പഠിച്ചായിക്കോളും കേട്ടോ. ഇത് സ്കൂളിലൊക്കെ വരുമ്പോ അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് വേർഡ്സ് ഒക്കെ പഠിച്ചാകുമ്പോ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ ഭയങ്കര മഴയായിട്ട് മിസ് അലറിക്കൊണ്ടിരിക്കുക. തൊണ്ട പൊട്ടുവാണ് ഇവിടെ. ഭയങ്കര സൗണ്ട്. ഡാനി, നിന്നെ ഞാൻ വിളിക്കുന്നുണ്ട്. അതുപോലെ അമൃത, രണ്ടുപേരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഡാനിയുടെ അമ്മയുണ്ടോ ഇവിടെ? ഡ്യൂട്ടിക്ക് പോയോ? അൺമ്യൂട്ട് ചെയ്ത ഡാനി. ഇവിടെ ഉണ്ടോ ഇന്ന്? അമ്മ ജോലിക്ക് പോയായിരുന്നു, ഇപ്പൊ ഇല്ലായിരുന്നു. ഇപ്പൊ ഇല്ലായിരുന്നു, ജോലിക്ക് പോയായിരുന്നു അല്ലേ? ആ പെട്ടെന്ന് ജോലിക്ക് പോയി. ആ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാ. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാ. ഒരു പ്രാവശ്യം എഴുതാൻ പറയുന്നുള്ളൂ, ഒത്തിരി വർക്കില്ല. അപ്പൊ ബാക്കിയുള്ള നോട്ട്സ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. അത് അതുപോലെ എടുത്ത് നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. പഠിക്കുക കേട്ടോ. അതുപോലെ അക്ഷരദീപം എഴുതണം. അവിടെ പെൻഡിങ് ആവരുത്. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രാവശ്യത്തെ എക്സാമില് 40 ഔട്ട് ഓഫ് 40 വാങ്ങിയവര് അക്ഷരദീപം എഴുതാത്തതിലാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ബൈ, സി യു. ബൈ ബൈ.